കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ദുരൂഹ അക്കൗണ്ടുകളിൽ വ്യക്തത വരുത്താൻ CPM തയ്യാറായിട്ടില്ല. ഇഡിയുടെ അന്വേഷണത്തിൽ 81 അക്കൗണ്ടുകൾ CPMന് തൃശ്ശൂരിൽ ജില്ലയിൽ മാത്രമുണ്ട്. CPM എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇഡിക്ക് നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളുടെ കാര്യത്തിലാണ് പ്രധാനമായും ഇഡിക്ക് വ്യക്തത വരേണ്ടത്. 81 അക്കൗണ്ടുകൾ കൂടാതെ മറ്റേതൊക്കെ അക്കൗണ്ടുകളുണ്ട്, എവിടെയൊക്കെയാണ് ഇത്തരം ഇടപാടുകൾ നടന്നതെന്നാണ് അറിയേണ്ടത്. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെ വർഗീസിനെ ഇന്ന് ഹാജരാകുമോ എന്ന കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം ഇനിയിപ്പോൾ ഹാജരായാൽ എന്താണ് ഇഡിയുടെ തുടർ നടപടികൾ, മാത്രമല്ല എന്തൊക്കെ വാർത്തകളാകും പുറത്തു വരിക എന്നതൊക്കെ CPMനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ആ വാർത്തയിലേക്ക് ആദ്യം കടക്കാം. സുധീഷ്, ഈ 81 അക്കൗണ്ടുകൾ തൃശ്ശൂരിൽ മാത്രം CPMനുണ്ട്. അതിൽ പലതും രഹസ്യ അക്കൗണ്ടുകളാണ്. ഇതിലൂടെ കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നൊക്കെ ഇഡി കണ്ടെത്തുന്നു. കൂടുതൽ അക്കൗണ്ടുകളിലേക്ക് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ CPM തയ്യാറായിട്ട് തങ്ങൾക്കൊന്നും ഭയക്കാനില്ല എന്ന് CPM ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. ജില്ലാ സെക്രട്ടറി MM വർഗീസൊക്കെ പറയുന്നു. എന്നാൽ ഈ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ പലപ്പോഴും ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനും അതിൻ്റെ ഇടപാടുകളിൽ ഒരു വ്യക്തത വരുത്താതിരിക്കാനും ഒക്കെ CPM ശ്രമിക്കുന്നുണ്ട്. സുധീഷ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഈ അന്വേഷണം ഇപ്പോൾ CPMന്റെ വലിയ തട്ടിപ്പുകൾ അല്ലെങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ വഴി എല്ലാ നിയമങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നതായ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളായാലും എല്ലാം മറികടന്നുകൊണ്ടുള്ള കള്ളപ്പണ സ്രോതസ്സുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രമുള്ള 81 അക്കൗണ്ടുകൾ CPMന്റെ പേരിലുണ്ടെന്ന് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ അക്കൗണ്ടുകൾ ഏതൊക്കെ, ഇതിലേക്ക് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, ഇതിനുള്ള സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് വീണ്ടും CPM ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യലിനായി ഇഡി വിളിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തു തന്നെയായാലും ഈ അക്കൗണ്ടുകളുടെ മറവിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നു. അതിൽ കള്ളപ്പണത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതാണ് പ്രാഥമികമായ വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വ്യക്തമാക്കുന്നതാണ്. എന്നാൽ ആ ആദായ നികുതി വകുപ്പിന് നൽകിയ വിവരങ്ങളിൽ പോലും മറച്ചു വെച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവിടെ തന്നെ CPMന്റെ വാദങ്ങൾ പൊളിയുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിയമപരമായി നിലനിൽക്കാത്ത ഇത്തരം സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് വിവരങ്ങൾ കൃത്യമായി തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം തന്നെ ആ വിവരങ്ങൾ കൃത്യമായി നൽകാനും CPM മടിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ദുരൂഹതകൾ മറനീക്കി പുറത്തു വരുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ. അത് പുരോഗമിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട 5 അക്കൗണ്ടുകൾ ബാങ്കിൽ CPMന് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൂടുതലായി ശേഖരിക്കേണ്ടതുണ്ട്. അതിനിടയിൽ ഏപ്രിൽ മാസം 2-ാം തീയതി പിൻവലിച്ച CPMന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുക വ്യക്തമായിട്ടുണ്ട്. അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട 1 കോടി രൂപ അടക്കമാണ് പിൻവലിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സ്രോതസ് എവിടെയെന്നത് ഇതുവരെയും വ്യക്തമാക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇഡിയുടെ മുന്നോട്ടുള്ള അന്വേഷണം CPMന് വലിയ കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഉമേഷ്, ഇന്ന് MM വർഗീസ് ഹാജരാകുന്നുണ്ടോ സുധീഷ്? അങ്ങനെ വല്ല വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഇഡിക്ക് മുമ്പിൽ ഹാജരായാൽ പുറത്തു വരാൻ പോകുന്ന വാർത്തകൾ അല്ലെങ്കിൽ കൂടുതൽ തട്ടിപ്പിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നാൽ അത് വലിയ പ്രതിരോധത്തിലേക്ക് CPMനെയും LDFനെയും കൊണ്ടുവന്നെത്തിക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പ്രതിസന്ധിയൊക്കെ CPMനെ പിടിച്ചു കുലുക്കുമ്പോൾ തൃശ്ശൂരിൽ തന്നെയുള്ള കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പുകളുടെ കഥ പുറത്തു വന്നാൽ അത് CPMന് LDFന് അത്ര ആശ്വാസജനകമായ കണക്കുകളാവില്ലല്ലോ, വാർത്തകളാവില്ല. അതുകൊണ്ട് ഹാജരാകുന്നുണ്ട് MM വർഗീസ്. എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? MM വർഗീസ് ഇന്ന് ഹാജരാവാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്കാകുമോ? ശശിധരൻ കർത്തയെ തന്നെ ഹാജരാവാൻ മടിച്ചപ്പോൾ നേരിട്ട് പോയി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരം ഒരു നീക്കത്തിലേക്ക് ഇഡി കടക്കുമോ എന്ന ഭയം എന്നാൽ CPMനുണ്ട് താനും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിയമോപദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ഹാജരായെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ന് ഹാജരാവാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉമേഷ്, ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് പറയേണ്ടത് മാസപ്പടി കേസിലും ഇന്ന് CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കർത്തയുടെ ചോദ്യം ചെയ്യലും തുടരും എന്നാണ് ഇഡി അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിലെയും എന്താവും ഇഡിയുടെ തുടർ നടപടി എന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഉമേഷ്.